മലയോര മേഖലകളിൽ വന്യമൃഗശല്യം, കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായിരിക്കുന്നു. വളരെ വേദനയോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് കണ്ടോ, മലയോര മേഖലകളിൽ ടാറിംഗ് റോഡിനോട് ചേർന്ന് ഉള്ള മേഖലകളിൽ വരെ കൃഷി ചെയ്യാൻ കഴിയാത്ത വിധം അത്ര അതിഭയങ്കരമായിട്ട് രൂക്ഷമായി തീർന്നിരിക്കുകയാണ് കാട്ടുപന്നിയുടെ ഉപദ്രവം. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് വേണ്ടത്ര നടപടികൾ സ്വീകരിച്ച് കർഷകനെ രക്ഷിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ വേണ്ടത്ര പ്രചാരം ലഭിച്ചില്ല. 90 വയസ്സായ ഒരു മലയോര കർഷകനെ കൊണ്ട് അതിദയനീയമായ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ഞാൻ ആ വീഡിയോയിൽ പങ്കുവെക്കുകയുണ്ടായി. അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ കൊച്ചുമക്കളും ഞാനും കൂടി പെരയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത് എല്ലാവരും അവരവരുടെ ആവശ്യത്തിലേക്ക് അടുക്കളത്തോട്ടത്തിലേക്ക് ആവശ്യമായ പച്ചക്കറി കൃഷിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഇഞ്ചി എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളും ഞാനും കൂടി വളരെ പ്രതീക്ഷയോടെ കഴിഞ്ഞ ദിവസം നട്ട ഇഞ്ചിയാണിത്. അതെല്ലാം മുളച്ചു പൊങ്ങി അടുത്ത ദിവസം തന്നെ വളം ചെയ്യേണ്ട ഇഞ്ചിയാണിത്. ഇത് കണ്ടോ, വീടിനോട് എത്ര ചേർന്നാണ് ഈ സ്ഥലം കിടക്കുന്നത്. തെളിഞ്ഞ വിശാലമായ സ്ഥലം, അവിടങ്ങളിൽ വരെ ഒന്നും കൃഷി ചെയ്യാൻ കഴിയാതെ അത്ര വേദനയോടുകൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു പച്ചക്കറിയുടെ ചൂട്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ട ചേന, ഇതെല്ലാം പന്നിയുടെ അത്രയ്ക്ക് ഉപദ്രവം സഹിക്കാൻ വയ്യ. ഇത് എൻ്റെ മാത്രം ഒരു അനുഭവമല്ല. ഇതുപോലെ മലയോര മേഖല കൃഷി ചെയ്യുന്ന എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. വളരെ വേദനയോടെ കണ്ണീരോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എത്ര പ്രതീക്ഷയോടെയാണ്, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ജനങ്ങൾ കൃഷിക്കാർ ജീവിക്കുന്നതെന്ന് അധികാര സ്ഥാനത്തുള്ളവര് ഒന്ന് മനസ്സിലാക്കിയാൽ വളരെ നന്നായിരുന്നു. യാതൊരുവിധ കൃഷിയും, നാണ്യവിളകളായ കവുങ്ങ്, കൊക്കോ, മറ്റു വാഴ ഒന്നും കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത്. എന്നാൽ അത്തരം കൃഷികളെയെല്ലാം മാറ്റിയിട്ട് വീടിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്ത് അവനവന് ആവശ്യമായ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് അങ്ങനെയെങ്കിലും ജീവിക്കാമെന്ന് വെച്ചാൽ അതിനും സമ്മതിക്കാത്ത തരത്തില് വന്യമൃഗശല്യം രൂക്ഷമാകുന്നു. തെങ്ങിലൊക്കെ ആണെങ്കിൽ തേങ്ങ കരിക്ക് കുരങ്ങിന് ശല്യം കൂട്ടത്തോടെ വന്ന് തേങ്ങയെല്ലാം നശിപ്പിക്കുന്നു. ആരാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക? ആരോടാണ് ഇത് പറയേണ്ടത്? ആരാണ് ഇതിന് നടപടികൾ സ്വീകരിക്കേണ്ടത്? അടിയന്തരമായി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം എത്തുന്നതിന് ഈ വീഡിയോ കാണുന്നവര് അല്പമെങ്കിലും കൃഷിയെ സ്നേഹിക്കുകയും കർഷകരോട് ദയവും കാരുണ്യവും കാണിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക. നിങ്ങൾ താല്പര്യം കാണിക്കുമെന്ന പ്രതീക്ഷയോടെ ഏതൻ ബേബി. കർഷകന് വേണ്ടി പറയാനുള്ളത്, കർഷകന്റെ കൃഷിയിടത്തിൽ സർക്കാർ വളർത്തിക്കൊണ്ടുവരുന്ന വന്യമൃഗങ്ങൾ കയറി വന്നാൽ പന്നി പോലുള്ള കാട്ടുമൃഗങ്ങളെ അവരവർക്ക് അറിയാവുന്ന രീതിയിൽ വെടിവെച്ചോ കെണിവെച്ചോ കൊന്ന് കപ്പയ്ക്ക് കൂട്ടാനുള്ള നിയമ നടപടിയാണ് ആവശ്യം. ജനങ്ങളുടെ സംരക്ഷണമാണ് സർക്കാർ നോക്കേണ്ടത്. കർഷകന് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കുക. വെടിവെച്ചോ പടക്കം വെച്ചോ ഏത് വിധേനയും കൃഷിയിടത്തിലേക്ക് അതിക്രമിച്ച് കയറുന്ന കാട്ടുപന്നി പോലെയുള്ള വന്യമൃഗങ്ങളെ നശിപ്പിക്കാനുള്ള, കൊല്ലുവാനുള്ള നിയമമാണ് കർഷകന് ആവശ്യമെന്ന ബോധ്യം സർക്കാരിനുണ്ടാകട്ടെ. അതിനുള്ള നടപടികളാണ് ഏതൻ ബേബി ആവശ്യപ്പെടുന്നത്.